ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു പലഹാരമാണ് അരിയുണ്ട. അതായത് നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, അത് വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരം. അപ്പോൾ ഇത് മിക്ക ആളുകൾക്കും അറിയുണ്ടാവില്ലേ, പക്ഷേ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് മട്ടരിയാണ്. മട്ടരി ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒട്ടും വെള്ളമൊന്നും പാടില്ല. ഇതുപോലെ ഒരു അരിപ്പയിൽ ഇങ്ങനെ ഊറ്റി വെച്ച് കൊടുത്താൽ മതി. ഏകദേശം 1 മണിക്കൂറോളം അതുപോലെ വെക്കുക. അപ്പോൾ നന്നായിട്ട് ആ അരിയത്തെ വെള്ളമൊക്കെ ഒന്ന് പോകും കേട്ടോ. അതിന് ശേഷം ഒരു പഴയ പാന് നന്നാക്കിയിട്ട് ചൂടാക്കി എടുക്കുക. പഴയതാണ് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പഴയൊരു പാനിലാണ് ഇത് വറുത്തെടുക്കുക കേട്ടോ ഈ അരി. അപ്പോൾ നല്ല പോലെ ആദ്യം ഈ പാനൊന്ന് ചൂടാക്കണം. അതിന് ശേഷം നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൊടരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സ്റ്റൗവിലെ തീ മീഡിയത്തിലാക്കിയിട്ട് വേണം ഇങ്ങനെ വറുക്കാനായിട്ട്. അതായത് നമ്മുടെ പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ലെവലിൽ വെക്കുക ഫ്ലെയിം, എന്നിട്ട് വറുത്തെടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കൊണ്ട് ശർക്കരയും കൂടെ ഉരുക്കിയെടുക്കാം. അപ്പോൾ 200 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയും ഏകദേശം വറവായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പൊട്ടുന്ന ശബ്ദം വരും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നന്നായിട്ട് പൊട്ടിങ്ങനെ പൊരിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കിത് മാറ്റി ചൂടാറിയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു പുട്ടുപൊടിയുടെ പരുവത്തിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്, ഇത്തിരി തരിതരിപ്പായിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും വേണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക, അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കറക്കിയെടുക്കുക നമുക്ക് മിക്സിയിലിട്ടിട്ട്. കാരണം എല്ലാം ഒരുപോലെ ആവാൻ, തേങ്ങയുടെ പീസുകൾ എല്ലാം ഒരുപോലെ ആവാൻ ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടില്ലേ ശർക്കര, അത് ചൂടോടുകൂടെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങയ്ക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയും തേങ്ങയും നന്നായിട്ട് ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചുക്ക് പൊടിയോ ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കായോ അല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ബോൾസാക്കി എടുക്കുക. പിന്നെ ഇവിടെ ഞാൻ ശർക്കര വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. ഇനി ശർക്കര ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അരിയുണ്ടയുടെ കളർ വേറൊരു കളറായിരിക്കും കേട്ടോ. ആ ഒരു പഞ്ചസാരയുടെ വെള്ള കളറായിരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൂ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.